ഇപ്പൊ പൊട്ടിത്തെറിച്ച് പോയേനെ ഗായ്സ്. ഹലോ വാട്സ്ആപ്പ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇതാണ് വിവോയുടെ പുതിയ ക്യാമറ കിറ്റ്, വിവോ X300 Pro ആൻഡ് 200 MB ടെലിഫോട്ടോ ക്യാമറ, 50 MB വൈഡ് ആംഗിൾ ക്യാമറ പ്ലസ് 50 MB അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും ഫ്രണ്ടിൽ 50 MB ക്യാമറയുമാണ് ഇതിൽ വരുന്നത്. നമുക്കിത് വരുന്നത് ബേസിക് 300 Pro ഫോൺ ഓൺലി വേരിയൻറ്റ് വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഫോട്ടോഗ്രാഫി കിറ്റ് ഇൻക്ലൂഡഡ് പാക്കിംഗ് ആണ്. ഇതിൽ ഫോൺ വരുന്നുണ്ട്, ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട്, ക്യാമറ ഗ്രിപ്പ് വരുന്നുണ്ട്, 90 വാട്ട്സിൻ്റെ ഫ്ലാഷ് ചാർജർ വരുന്നുണ്ട്. നമുക്കിത് അൺബോക്സ് ചെയ്യാം. കോ എൻജിനീയർ വിത്ത് സയസിൻ്റെ ലെൻസാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ആൻഡ് അവരുടെ ഇമേജ് പ്രോസസ്സിങ് കംപ്ലീറ്റ് സയസ് ആണ്. ഗൈസ്, ഇതാണ് ഫോൺ വരുന്നത്. ഫോൺ ഇങ്ങനെ എടുത്തിട്ട് പ്രീമിയം ഫീല്, ഞാനിത് ഓപ്പൺ ചെയ്തിട്ടില്ല, ഇത് കയ്യിലെടുത്തപ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ഫീൽ എന്താണെന്നുള്ളത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിലൊരു സിമജറ്റിംഗ് ടൂൾ വരുന്നുണ്ട്, ബാക്ക് കവർ വരുന്നുണ്ട്, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ബാക്ക് കവർ, പിന്നെ പേപ്പർ വർക്ക്സ്, പിന്നെ ഒരു ടൈപ്പ് A ടു ടൈപ്പ് C ചാർജിങ് കേബിൾ വരുന്നുണ്ട് ആൻഡ് പിന്നെ വരുന്നത് ഒരു 90 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജർ വരുന്നുണ്ട്. ഇതാണ് വിവോ X300 Pro വരുന്നത്. ബാക്ക് സൈഡിലായിട്ട് കാണാം സൈസിൻ്റെ ഒരു ലേബിൾ വെച്ചിട്ടുള്ള ഒരു റൗണ്ടഡ് ഷേപ്പ് ക്യാമറ മൊഡ്യൂൾ വലിക്കുന്നു. ഇതാണ് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വരുന്നത്. ബ്ലാക്ക് ആൻഡ് ബ്രൗൺ രണ്ട് കളർ ചേഞ്ചാണ് അവൈലബിൾ ആയിട്ട് വരുന്നത്. ഇതും ഒരു ഗ്ലാസ് ആണ് ബാക്കിലും കൊടുത്തിരിക്കുന്നത്. ഇവിടെ മേലിലായിട്ട് നമ്മുടെ പഞ്ച് ഹോളിൻ്റെ 50 MB ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു ഒതുങ്ങിയ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇവിടെ ആയിട്ട് ഈ ക്യാമറ പമ്പിൻ്റെ മൊഡ്യൂളിൻ്റെ സൈഡിലായിട്ട് കണ്ടു ഇവിടെ ഒരു റിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു. ആൻഡ് ഇതിൽ വരുന്നത് 2.35x ടെലിഫോട്ടോ ലെൻസാണ്. നമുക്കിതങ്ങോട്ട് അൺബോക്സ് ചെയ്ത് നോക്കാം. യെസ്, ഇതിൽ വരുന്നത് ഒരു ബാക്ക് കവർ വരുന്നുണ്ട്, സ്റ്റാൻഡൊക്കെ ഉള്ള ഒരു ബാക്ക് കവർ ആൻഡ് ഇവിടെയൊക്കെ മറ്റേ ലെതർ ഫിനിഷാണ് കേട്ടോ ഗൈസ്. അലുമിനിയം റിങ് വരുന്നുണ്ട്. നമുക്ക് ഈ റിങ് ഇൻ്റർചേഞ്ചബിൾ ആണ്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു സാധനം കണ്ടോ, ഇതിലിങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇതിങ്ങനെ ഊരി എടുത്തിട്ട് നമുക്ക് മാറ്റിയിടാൻ പറ്റുന്ന ഒരു റിങ് ആണ്. ആൻഡ് ഇത് റൈറ്റിലേക്ക് തിരിക്കുമ്പോഴത്തേക്ക് ലോക്കാകുമ്പോൾ ഒരു സൗണ്ട് ഇങ്ങനെ. ഇതിൻ്റെ അകത്തായിട്ട് പേപ്പർ വർക്കാണ്. ഇതിൻ്റെ അകത്തായിട്ടാണ് ടെലിഫോട്ടോ ലെൻസ് കണക്ട് ചെയ്യുന്ന ആ ഒരു അഡാപ്റ്റർ കൊടുത്തിരിക്കുന്നത്. പ്ലസ് ഒരു അഡീഷണൽ റിങ് കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നതാണ് ഈ സാധനം, ടെലിഫോട്ടോ ലെൻസ് ഇല്ലേ, ഇതിലാണ് കണക്ട് ചെയ്യുന്നത്. ഇത് മറ്റേ അലൂമിനിയം ആണ് കേട്ടോ. ഇത് ചളങ്ങിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അലൂമിനിയം മെറ്റീരിയലാണ് വരുന്നത്. പിന്നെ വരുന്നതാണ് ഗൈസ് ഗെയിം ചേഞ്ചർ. ഇതാണ് ടെലിഫോട്ടോ ലെൻസ് വരുന്നത്. ഇത് 2.35x ടെലിഫോട്ടോ എക്സ്റ്റെൻഡർ കിറ്റാണ്. മെയിൻ സൂം ലെൻസ് ഇതാണ് സാധനം ഉണ്ടോ. ടെലിഫോട്ടോ എക്സ്റ്റെൻഡർ കിറ്റിൽ വരുന്നത് ഇത്രയും സാധനങ്ങളാണ്. തീർന്നിട്ടില്ല, ഇനി അടുത്ത ബോക്സ് ഉണ്ട്. അതാണ് ഇതാണ് ക്യാമറ ഗ്രിപ്പിൻ്റെ ബോക്സ് വരുന്നത്. അതിൻ്റെ ഉള്ളിൽ വരുന്ന സാധനങ്ങൾ വീണ്ടും ഒരു അഡീഷണൽ കേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. രണ്ട് അഡീഷണൽ കേസ് കിട്ടുന്നുണ്ട്. ഒരെണ്ണം 2 ഓക്കെ. അപ്പോൾ ഇതിലും മറ്റേ വളയും സാധനങ്ങൾ കാണും കേട്ടോ, റിങ്. ഇതിലും റിങ് കൊടുത്തിട്ടുണ്ട്. ഇതും ആ സെയിം സംഭവം തന്നെയാണ്. സ്റ്റാൻഡൊക്കെ ഉള്ള ഒരു അഡീഷണൽ ഒരു കേസാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയോ സാധനം വരുന്നുണ്ടല്ലോ, പേപ്പർ വർക്ക്. ഓക്കെ, ഇമേജിങ് ഗ്രിപ്പ് കിറ്റ് എന്നാണ് ഇതിന് പറയുന്നത്. ഇമേജിങ് ഗ്രിപ്പ്. ഓക്കെ, ഗ്രിപ്പ് കിറ്റാണ് ഇത്. ഇമേജിങ് ഗ്രിപ്പ് കിറ്റാണ്. ഇവിടെ അതിൻ്റെ പേപ്പർ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് വേറെ ഒന്നുമില്ല. ഫോൺ ഹാങ് ചെയ്തിടാനായിട്ട് ഒരു വള്ളി കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. മെയിൻ സാധനം വരുന്നതേ ഉള്ളൂ. ഇതാണ് മോനെ ഗെയിം ചേഞ്ചർ. അടുത്തത് ഇതാണ് ക്യാമറയുടെ ഗ്രിപ്പ് വരുന്നത്.
വേറൊരു സാധനം കൂടി വരുന്നുണ്ട്. വീണ്ടും വളയോ വള. ആൻഡ് ഇതിൽ പല പല ടൈപ്പ് ഓഫ് ഡിസൈനിലുള്ള കണ്ടോ ക്യാമറ മൊഡ്യൂളിങ് റിംഗ് ആണ് കേട്ടോ ഗൈസ്. ഇത് ഇച്ചിരി വലിപ്പമുള്ളത്, ഇത് കുറച്ചുകൂടി നൈസായിട്ടുള്ള സാധനം. ഇത്രയും സാധനങ്ങളാണ് ഈ ഫോട്ടോഗ്രാഫി കിറ്റിൽ വരുന്നത്. കേസിൽ ഇവിടെയായിട്ട് കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ തൂക്കിയിടാൻ പറ്റുന്ന വള്ളി വരുന്നുണ്ട്. ഇത്രയും സാധനമാണ് വരുന്നത്. ഒരു കൊട്ട ആക്സസറീസ് ആണ്. ഗ്രിപ്പിൻ്റെ കിറ്റില്ലേ, അത് ഇന്ത്യയിൽ ഇപ്പോൾ കിട്ടാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. യെസ്, വിവോ. പിന്നെ ആൻഡ്രോയിഡ് 16 ആണ് ഇതിൽ വരുന്നത്. 200 മെഗാ പിക്സലിൻ്റെ സൈസ് ടെലിഫോട്ടോ ലെൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിലെ ഓട്ടോ ഫോക്കസ്, ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ, സിപ്പ 5.5 ഗ്രേഡ്, 4K ഡോൾബി വിഷൻ 120 FPS സപ്പോർട്ട് ആവുന്നുണ്ട്. 50 MB മെയിൻ ക്യാമറയിൽ ഗിംബൽ ഗ്രേഡ് സ്റ്റെബിലിറ്റി ആണ് പറയുന്നത്. അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ക്യാമറ സിസ്റ്റം ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ 50 MB അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ്. Dimensity 9500 ആണ് കൊടുത്തിരിക്കുന്നത്. ലേറ്റസ്റ്റ് ആണ്. ഭയങ്കര സ്മൂത്ത് ആണ്. ഇതിൻ്റെ റിഫ്രഷ് റേറ്റ് 1 to 120 Hz. അതുപോലെ തന്നെ ഇതിൽ ഹാപ്റ്റിക് ഫീഡ്ബാക്ക്, ഇതിൻ്റെ പെർഫോമൻസ്, ഓൾ ഇൻ ഓൾ ഞാൻ ഇത്രയും ഈ ഒരു ഇനിഷ്യൽ സെറ്റപ്പ് നോക്കിയതിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി ഇതിൻ്റെ നമ്മുടെ ഒറിജിൻ OS 6 ഒക്കെ ഭയങ്കര രസമാണ്. അതിൽ കുറേ ആനിമേഷൻസും കുറേ പരിപാടികളൊക്കെ ഉണ്ട്. ഇതെല്ലാം നമുക്ക് ഒന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ടൊരു റിവ്യൂ വീഡിയോ ആയിട്ട് ചെയ്യാം. നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്തിരിക്കുന്നതിൽ ബ്ലാക്ക് കളർ 16 GB 512 GB വേരിയൻ്റ് ആണ്. ബ്രൗൺ കളർ കൂടി വരുന്നുണ്ട്. 2 കളറാണ് ഇതിൽ വരുന്നത്. ഒരു കോംബോ ആയിട്ടാണ്. ഈ കോംബോയിൽ ഈ 2 സാധനം വരുന്നുണ്ട്. പ്ലസ് ഫോണ്, പിന്നെ ഒരു ഫാസ്റ്റ് ചാർജർ, 90 വാട്ട്സിൻ്റെ ഫ്ലാഷ് ചാർജർ, ക്യാമറ, ഗ്രിപ്പ് നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നമുക്കൊരു പവർ ബാങ്കായിട്ട് യൂസ് ചെയ്യാം. ഇത് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻഡിക്കേഷനൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ നമ്മുടെ ട്രൈപോഡിൽ മൗണ്ട് ചെയ്യാൻ വെക്കാനായിട്ടൊരു ഇവിടെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വള്ളിയിൽ തൂക്കിയിടാനായിട്ടൊരു പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ അടിപൊളിയാണ്. നമുക്കൊരു ക്യാമറ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം. ഇതിൽ ഷട്ടർ ബട്ടൺ, ഇവിടെ സൂം ഇൻ ആൻഡ് ഔട്ട്, പിന്നെ എക്സ്പോഷർ ചെയ്യാനായിട്ടൊരു റിങ്, പ്ലസ് ഡെഡിക്കേറ്റഡ് വീഡിയോ റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു ബട്ടൺ. പിന്നെ ഇവിടെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്, പവർ ബട്ടൺ. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പവർ ബാങ്ക് ഓണാവും. അപ്പോൾ നമ്മുടെ ഫോൺ ചാർജ് ചെയ്യാൻ തുടങ്ങും. അതിൻ്റെ ചാർജിങ് ഇൻഡിക്കേഷനും പരിപാടികളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ആയിട്ടാണ് ഇതിൻ്റെ Type C കണക്ടർ വരുന്നത്. അതിൻ്റെ ഇവിടെ ആയിട്ട് ഇതുണ്ട്. ഈ സാധനം ഒരു ലോക്കാണ്. നമ്മൾ വൺസ് ഇത് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഊരിയെടുക്കാനായിട്ട് ഇതിങ്ങനെ തള്ളിപ്പിടിച്ചിട്ട് വലിച്ചാൽ മതി. ആൻഡ് വലിച്ച് ഊരുന്ന സമയത്തും ചെറിയൊരു ഭയങ്കര ടൈറ്റാണ്. ഒന്ന് ശ്രദ്ധിച്ച് ഊരില്ലെങ്കിൽ ഫോണ് ഈ സാധനം വേറെ സൈഡിലോട്ട് തെറിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. ഫോണ് ഒരു രക്ഷയില്ല. സോ ഇതിൻ്റെ ടെലിഫോട്ടോ സൂം ലെൻസൊക്കെ നമുക്ക് ലോങ് ഡിസ്റ്റൻസ് കവർ ചെയ്യാനായിട്ട് യൂസ്ഫുൾ ആവുന്നൊരു സംഭവമാണ്. ഈ ഒരു സ്പേസിൽ നമുക്കിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സാധനം കാണാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇതിൽ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ഫോൺ മാത്രമാണെന്നുണ്ടെങ്കിൽ 1300 യൂറോ വരും. ആൻഡ് വിത്ത് കിറ്റ് ലെൻസ് ആകുമ്പോഴത്തേക്കും, അതായത് ഈ ക്യാമറ ഫോട്ടോഗ്രാഫി കിറ്റ് ആ ഒരു കോംബോ ആയിട്ട് വാങ്ങാനാണെന്നുണ്ടെങ്കിൽ 1900 വരും യൂറോ. പിന്നെ ഇതിലൊരു 400 യൂറോൻ്റെ ഡിസ്കൗണ്ട് ഉണ്ട്. സോ ഇതിൻ്റെ ഇന്ത്യൻ പ്രൈസ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഫോൺ എടുക്കുന്നു ആൻഡ് കവർ ഇതിലാണ് ബാക്കിയുള്ള പരിപാടികളൊക്കെ അറ്റാച്ച് ചെയ്യുന്നത്. ഇതെടുക്കുന്നു, ഇങ്ങനെ വെക്കുന്നു, ഫോൺ ഇരുന്നിട്ടുണ്ട്. ക്യാമറയുടെ മൊഡ്യൂളിൻ്റെ റിങ് നമുക്ക് റിമൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ റൈറ്റ് സൈഡിലായിട്ടൊരു ബട്ടണാണിത്. ഈ ബട്ടൺ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഇത് ഊരിയെടുക്കാം. ഇതിൻ്റെ ലെൻസ് അറ്റാച്ച് ചെയ്യുന്ന ഈ ഒരു മൗണ്ട് അത് ഇതിലേക്ക് പിടിപ്പിക്കുക. ഡോട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ കാണാതെ ഇവിടെ ആയിട്ടൊരു ഈ 12 o'clock പൊസിഷനിൽ ഒരു ഡോട്ട് കൊടുത്തിട്ടുണ്ട്. ഈ 2 മാർക്കും സെയിം ആയിട്ട് ഇങ്ങനെ വെക്കുക. ആ സെയിം ഡോട്ട് 2 ഒരേപോലെ വെക്കുക. ഇത് റൈറ്റ് സൈഡിലായിട്ട് ഇങ്ങനെ തിരിച്ചാൽ മതി. ഇപ്പോൾ ഒരു സൗണ്ട് കേൾക്കും. ഈ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്ക് ഇത് ക്ലിക്കായി. ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടോ? ഇവിടെ 2 ലോക്കിംഗ് പൊസിഷൻ ഉണ്ട്. അതായത് ഇവിടെയും ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്, ഇതിൻ്റെ ഇവിടെയും ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിങ്ങനെ വെക്കുക. വെച്ചതിന് ശേഷം ദെൻ ലോക്ക് ചെയ്യുക. ഇത് ഫിക്സായി. പവർ ബാങ്കിൻ്റെ സ്വിച്ച് ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ ചാർജായി. ആൻഡ് ഇതിൻ്റെ ചാർജിങ് ഇൻഡിക്കേഷൻ ഇവിടെ ആയിട്ട് കാണിക്കുകയും ചെയ്യും. ഈ ലെൻസ് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യണം. അത് അറ്റാച്ച് ചെയ്യാനായിട്ട് ഇവിടുത്തെ ഈ ലോക്ക് പോലെ തന്നെ ഇവിടെയും ഒരു ലോക്കുണ്ട്. കണ്ടോ, ഒരു ബ്ലാക്ക് കളറാണ്. ഭാഗത്ത് നമ്മൾ ക്യാപ്പ് ഇങ്ങനെ ഊരുന്നു. ഇതാണ് ലെൻസ്. ഇവിടെ ആയിട്ട് വൈറ്റ് കളറിലൊരു പൊട്ട് തൊട്ടിട്ടുണ്ട്. സോ ഈ അറ്റാച്ച് ചെയ്യുന്ന മൊഡ്യൂളിൻ്റെ ഇവിടെയും ആ വൈറ്റ് കളർ കാണാം. അത് രണ്ടും സെയിം ആയിട്ട് വെക്കുക. ഒരേ ഡയറക്ഷനിൽ വെക്കുക. ഇരുന്നതിന് ശേഷം റൈറ്റ് സൈഡിലോട്ട് തിരിക്കുക. ഇനി ഈ കവർ അങ്ങ് ഊരുക. ഇതാണ് ഫോൺ വിത്ത് ഫോട്ടോഗ്രാഫി കിറ്റ്. അതായത് ഫുൾ പരിപാടികൾ ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കുള്ള ഫോണിൻ്റെ ഒരു ലുക്കാണിത്. ഇതെല്ലാം ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്കും അത്യാവശ്യം ഒരു വെയിറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് താഴെ ഇങ്ങനെ ഈ ഒരു സാധനം ഫുള്ള് സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും താഴെ വീഴാണ്ട്
ശ്രദ്ധിക്കണം, എസ്പെഷ്യലി ലെൻസ് ആൻഡ് ലെൻസ് കവർ നമ്മൾ ആവശ്യം കഴിഞ്ഞതിന് ശേഷം ഇതിട്ടിട്ട് അടച്ച് വെക്കണം, അല്ലെങ്കിൽ ഇതിനകത്ത് പൊടി കയറാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് ഫോട്ടോ എടുക്കാം. ഇതാ ഇങ്ങനെ ഇരിക്കും. ഈ ലെൻസ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇവിടെ ആയിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ടെലിഫോട്ടോ ലെൻസ് ആക്ടിവേറ്റ് ആവും. ഞാൻ പറഞ്ഞത് നമുക്ക് ഇത്രയും ഡിസ്റ്റൻസിൽ കിട്ടാനായിട്ട് ഭയങ്കര പാടാണ്. നമുക്കിത് ഔട്ട്ഡോറൊക്കെ പോകുമ്പോഴത്തേക്കും ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള സബ്ജക്ട്സൊക്കെ സൂം ചെയ്തെടുക്കാനായിട്ടുള്ള ഒരു പർപ്പസാണ് ഈ ടെലിഫോട്ടോ സൂം ലെൻസിൽ വരുന്നത്. അത് നമുക്ക് റിവ്യൂവിൽ കവർ ചെയ്യാം. ഞാൻ ഇതിൻ്റെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. ക്ലാരിറ്റിയൊക്കെ വേറെ ലെവൽ. ഇത് നോക്കി, ഇവിടെ ഒരു ലോക്ക് കൊടുത്തിട്ടുണ്ട്. പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഈ ടെലിഫോട്ടോ ലെൻസ് ഇങ്ങനെ ഊരിയെടുക്കുക. ഫാസ്റ്റ് ഇതാ കണ്ടോ, ഭയങ്കര ഫാസ്റ്റാണ്. ഇതിൽ വരുന്ന പിക്ചർ ക്ലാരിറ്റി ഗൈസ്, ഡോൾബി വിഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് പിക്ചറിൻ്റെ ഒരു ക്ലാരിറ്റി വരുന്നത്. കണ്ടോ, പിക്ചർ ക്ലാരിറ്റി, ഓട്ടോ ഫോക്കസ്, അതുപോലെ സ്റ്റെബിലൈസേഷൻ. സൂമിങ് ചെയ്യാനായിട്ടും സൂം ഔട്ട് ചെയ്യാനായിട്ടും എന്താ ഇതിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സൂമിന്, സൂം ഔട്ട് ആൻഡ് ഇവിടെ ഇതിൽ ഷട്ടർ ബട്ടൺ നോക്കി കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാം. ഇത് ക്യാമറ ഗ്രിപ്പ് നമുക്ക് ഊരിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടൊരു ലോക്ക് കൊടുത്തിട്ടുണ്ട്. ആ ലോക്ക് നമ്മൾ ഇങ്ങോട്ട് ഇങ്ങനെ പുഷ് ചെയ്തിട്ട് വലിച്ചാൽ മതി, ഡിറ്റാച്ച് ആയിക്കോളും. സോ ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കിയാൽ ഒരു റെട്രോ ലുക്കാണ് കിട്ടുന്നത് കേട്ടോ. പിന്നെ സ്പീഡ് കണ്ടോ, ഭയങ്കര സ്പീഡാണ്. കൊടുത്തിരിക്കുന്നത് ഡിമെൻസിറ്റി 9500 3nm ചിപ്സെറ്റാണ്. ഡെഡിക്കേറ്റഡ് ഇമേജിംഗ് പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. ക്യാമറയാണ് വേറെ ലെവല്. ക്യാമറയിൽ സൈസും വിവോയും കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. സാംസങ്ങിൻ്റെ സെൻസർ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മെയിൻ ക്യാമറയിൽ ലൈക്കേൻ്റെ സെൻസർ യൂസ് ചെയ്തിട്ടുണ്ട്. സീപ്പ സർട്ടിഫിക്കേഷൻ ഉണ്ട്. അപ്പോക്രോമാറ്റിക് ടെക്നോളജിയാണ് അതിൻ്റെ ലെൻസിൽ യൂസ് ചെയ്തിരിക്കുന്നത്. കവറിൽ ഈ ഫോൺ നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മളിത് ഫോൺ കവറിൻ്റെ അകത്ത് എടുക്കാനായിട്ട് കുറച്ച് പാടാണ്. സ്ഥിരമായിട്ട് ഇതിങ്ങനെ എടുക്കുകയും വെക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് ഇതിൽ സ്ക്രാച്ച് വീഴുമോ എന്നൊരു ചെറിയൊരു ഡൗട്ടുണ്ട്. ഇപ്പോൾ പൊട്ടിത്തെറിച്ച് പോയേനെ ഗായ്സ്. സോ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തു. പുതിയ വീഡിയോ കാണുന്നവരെ ബൈ.